ഗായ്സ്, അങ്ങനെ ഇന്ന് ഞാൻ JJK സീസൺ 3യുടെ 5ാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം വീഡിയോ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ പണ്ട് മസാമിച്ചി പാണ്ഡെ ജനിപ്പിച്ചെന്ന് വേറെ കുറച്ച് പ്രശ്നങ്ങളും അയാൾക്കന്ന് സംഭവിച്ചിരുന്നു. അയാളെ ഹയറപ്സ് സെല്ലിലടച്ച് ഗക്കുഗാഞ്ചിയെ കൊണ്ട് ഇൻട്രോഗേറ്റ് ചെയ്യിച്ചിരുന്നു. കാരണം സാധാരണ ഒരു കേസ് കോപ്സിന് ആവശ്യമായ കേസ് റഞ്ചി അതിന്റെ യൂസറിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പക്ഷെ മസാമിച്ചിയുടെ പപ്പറ്റ്സിന് സ്വയം കേസ് റഞ്ചി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. അതിനാൽ തന്നെ മസാമിച്ചിക്ക് വേണമെങ്കിൽ ഒരു കേസ് കോപ്സിന്റെ ആർമിയെ തന്നെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന് അവർ മനസ്സിലാക്കിയതിനാലാണ് അയാളെ ഇൻട്രോഗേഷന് വിധിച്ചത്. അങ്ങനെ ഗക്കുഗാഞ്ചി എങ്ങനെയാണ് ആ പാണ്ഡെ അയാൾ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്നു. പക്ഷെ മസാമിച്ചി തനിക്കത് അറിയില്ല എന്ന് പറയുന്നു. ശേഷം പ്രസന്റിൽ ഈ നടന്ന സംഭവങ്ങളെല്ലാം മസാമിച്ചി അയാളുടെ വേറൊരു ക്രിയേഷനായ തക്കേറു എന്ന കോപ്സിനോട് പറയുന്നു. അങ്ങനെ അത് അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവസാനം മസാമിച്ചി താനൊരു ദൂരയാത്രയ്ക്ക് പോവുകയാണെന്ന് പറയുന്നു. പക്ഷെ തെങ്കൻ സമയുടെ ബാരിയർ ഉള്ളതിനാൽ അവർ ഈ ഫോറസ്റ്റിൽ സേഫ് ആയിരിക്കുമെന്ന് പറഞ്ഞ ശേഷം അയാൾ അവർക്ക് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ മസാമിച്ചിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പാണ്ഡെ ഐസൊലേഷൻ ചേംബറിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ കുസക്കാബെ വന്ന് അവനെ മോചിപ്പിക്കുന്നു. ശേഷം പാണ്ഡെ അവിടുന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ പാസ്റ്റിൽ മസാമിച്ചി കുസക്കാബയുടെ മരിച്ചുപോയ നെഫ്യൂന്റെ ഓർമ്മകൾ വെച്ച് ക്രിയേറ്റ് ചെയ്തതായിരുന്നു തക്കേറു എന്ന പപ്പറ്റിനെ. കാരണം അയാളുടെ സിസ്റ്ററിന് തന്റെ മകനില്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ മസാമിച്ചി തക്കേറുവിനെയും കൂട്ടി അവളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ തക്കേറു, അതാണോ അതെന്റെ അമ്മയെന്ന് അയാളോട് ചോദിക്കുന്നു. മസാമിച്ചി അതെ എന്ന് പറയുന്നു. അങ്ങനെ തക്കേറു, കണ്ടില്ല, ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചത്, ഞാൻ ശരിക്കും ഒരു ജീനിയസ് അല്ലേ എന്നവൻ പറഞ്ഞത് അവൻ്റെ അമ്മ കണ്ടപ്പോൾ അത് അവളുടെ മകൻ്റെ അതേ മാനറിസമാണെന്ന് മനസ്സിലാക്കി അവൾ ആ വീൽ ചെയറിൽ നിന്ന് എണീറ്റ് ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ മസാമിച്ചി അവനെ അവരുടെ ഒപ്പം വിടാൻ തനിക്ക് കഴിയില്ല എന്ന് കുസക്കാബയോട് പറയുന്നു. പക്ഷെ കുസക്കാബെ അയാളുടെ ഈ സഹായത്തിന് താൻ മസാമിച്ചിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതിന്റെ പ്രത്യുപകാരമായിട്ടായിരുന്നു പാണ്ഡെ കുസക്കാബെ മോചിപ്പിച്ചത്. അങ്ങനെ മസാമിച്ചി പാണ്ഡയെ കാണാനായി പോകുന്ന വഴിയെ ഹൈറപ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു മാസ്ക് ധരിച്ച സോഴ്സറിനെ കാണുന്നു. അങ്ങനെ എക്സിക്യൂഷൻ വിധിച്ച മസാമിച്ചിയോട് അവനെ അതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ കേസ് കോപ്സിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറയണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ മസാമിച്ചി തന്റെ ജാക്കറ്റ് അയച്ചു മാറ്റി, ഗോജ പോയതിനു ശേഷമാണോ നിങ്ങൾ ശരിക്കും ബോൾഡ് ആയതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ആ സൈഡിലായി ഒരു ഇലക്ട്രിക് ഗിറ്റാറിന്റെ സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ അത് കേട്ട് നോക്കിയപ്പോൾ അത് ഗക്കുഗാഞ്ചിയുടെ ടെക്നിക്കാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവർ അയാളെ ബീറ്റ് ചെയ്യുന്നു. മസാമിച്ചിയുടെ ചെസ്റ്റിൽ ആഴത്തിലുള്ള 2 വലിയ മുറിവുകൾ വീഴുന്നു. അങ്ങനെ ഗക്കുഗാഞ്ചി ആ കൂടെ നിന്ന സോഴ്സനോട് പോയിക്കൊള്ളുവാൻ പറയുന്നു. അങ്ങനെ അയാൾ പോയ ശേഷം മസാമിച്ചി ആ സീക്രട്ട് പറയുന്നു. ആദ്യം നിങ്ങൾ ആവശ്യമായ സോളിൻ്റെ ഇൻഫർമേഷൻസ് ആ കോപ്സിൻ്റെ കോറിലേക്ക് ഇൻപുട്ട് ചെയ്യണം. പിന്നെ ആ കോറിലേക്ക് 3 കോമ്പാക്റ്റബിളായ സോൾസിനെ ഇൻപുട്ട് ചെയ്യണം. അങ്ങനെ അവ എപ്പോഴും പരസ്പരം ഒബ്സർവ് ചെയ്യണം. അതുവഴി അവയ്ക്ക് സ്റ്റെബിലേഷൻ വരുവാനും പതിയെ സെൽഫ് അവയർനെസ് കൈവരിച്ച് തനിയെ കേഷനഞ്ചി ക്രിയേറ്റ് ചെയ്യാനും തുടങ്ങും. എന്നാൽ ആശ്ചര്യപ്പെട്ട് ഗക്കുഗാഞ്ചി അയാൾ ഇത് കുറച്ച് മുമ്പേ തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് ജീവിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മസാമിച്ചി ഇത് താൻ അയാൾക്ക് തരുന്ന കേസാണെന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഈ പവർ മസാമിച്ചിക്ക് എന്നും ഒരു ബേഡനായിരുന്നു. അതിനി മുതൽ ഗക്കുഗാഞ്ചിക്കായിരിക്കും എന്ന് അയാൾ അർത്ഥമാക്കുന്നു. എന്നാൽ അപ്പോഴേക്കും പാണ്ഡ അവിടേക്ക് എത്തുന്നു. ഗക്കുഗാഞ്ചി അവനെ കണ്ട് അറ്റാക്ക് ചെയ്യാൻ നിന്നെങ്കിലും പാണ്ഡ അയാളെ വിട്ട് നേരെ മസാമിച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അപ്പോൾ ഗക്കുഗാഞ്ചി അവനെന്താ തന്നെ കൊല്ലാൻ വരാതിരുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പാണ്ഡ, ഞാൻ നിങ്ങൾ മനുഷ്യരെ പോലെ പ്രതികാരമുള്ള ജീവികളല്ല, പക്ഷെ ഞങ്ങൾ പാണ്ഡയ്ക്കും വികാരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പാണ്ഡ അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നു. അങ്ങനെ ഗക്കുഗാഞ്ചിക്ക് മസാമിച്ചി ഒരിക്കലും തന്റെ പവർ യൂസ് ചെയ്ത് ഒരു ആർമിയെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് മനസ്സിലാവുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് ഹക്കാരിയെ തപ്പി ഇറങ്ങിയ യൂജിയും മിഗുമയും കാണിക്കുന്നു. തെങ്കൻ അവരോട് പറഞ്ഞതനുസരിച്ച് അയാൾ ഇപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് ഫൈറ്റ് ക്ലബ്ബ് നടത്തുകയാണ്. അവിടെ സോഴ്സറേഴ്സ് തമ്മിലുള്ള ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ് നടക്കുന്നത്. അത് കാണാൻ വരുന്നത് കൂടുതലും നോൺ സോഴ്സറേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ അയാൾ ജുജുത്സു റെഗുലേഷന്റെ ആർട്ടിക്കിൾ 8 വയലേറ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നു. കൂടാതെ ഒരുപാട് കേസ് യൂസറും അവിടെ ഉള്ളതിനാൽ സൂക്ഷിക്കണമെന്ന് പോകുന്നതിന് മുന്നേ തെങ്കൻ അവരോട് പറയുന്നു. അങ്ങനെ അവർ ജുജുത്സു യൂണിഫോം അഴിച്ചു മാറ്റുന്നു. കാരണം ജുജുത്സു ഹൈയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഹക്കാരിക്ക് നമ്മൾ അവിടുത്തെ സ്റ്റുഡൻസ് ആണെന്ന് മനസ്സിലാക്കിയ അത് പ്രശ്നമാണെന്ന് മെഗുമി പറയുന്നു. അങ്ങനെ അവർ നടന്ന ബിൽഡിങ്ങിന്റെ എൻട്രൻസിലെ പാർക്കിംഗ് ഗ്യാരേജിൽ എത്തുന്നു. അവിടെ വെച്ച് 2 ബൗൺസേഴ്സ് അവരെ തടഞ്ഞ് അവർക്ക് തിരിച്ചു പോകാൻ 3 സെക്കൻഡ് തരുമെന്ന് പറയുന്നു. എന്നാൽ മെഗുമി, ഞങ്ങൾക്ക് ക്യാഷ് വേണം, അതുകൊണ്ട് ഞങ്ങളെ ഫൈറ്റ് ചെയ്യാൻ അനുവദിക്കണം. എന്നാൽ അയാൾ അവരുടെ അടുത്തേക്ക് ഒരു പവർഫുൾ പഞ്ചിന് വരുന്നു. യൂജി ഒന്ന് പേടിച്ചെങ്കിലും മെഗുമി പേടിക്കാതെ അവിടെ നിൽക്കുന്നു. പക്ഷെ അയാൾ അവനെ പഞ്ച് ചെയ്യുന്നില്ല. പകരം ഫൈറ്റ് ക്ലബിന്റെ ഫസ്റ്റ് റൂൾ തന്നെ അതിനെക്കുറിച്ച് ആരോടും പറയരുത് എന്നാണ്. പക്ഷെ മെഗുമി അവിടെ നിന്ന് എന്തൊക്കെയോ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ യൂജി ഇതെല്ലാം കേട്ട് താൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം CCTVയിൽ കണ്ടുകൊണ്ടിരുന്ന അയാൾ അവർക്ക് പെർമിഷൻ നൽകുന്നു. അങ്ങനെ ഇന്ന് ഈവനിങ് നടക്കുന്ന ഫൈറ്റിൽ യൂജി അവർ സെലക്ട് ചെയ്യുന്നു. കാരണം മെഗുമി ബോസിന് ഇഷ്ടമായില്ല എന്ന് പറയുന്നു.
പക്ഷെ മെഗുമിക്കും അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ തിരിച്ചു വന്ന വഴിയെ യൂജി ഇൻസൈഡ് വഴി ഹക്കാരിയെ കാണാൻ ശ്രമിക്കുമ്പോൾ താൻ പാർക്കിങ്ങിലൂടെ അയാളെ അന്വേഷിച്ച് പോകാമെന്ന് പറയുന്നു. എന്നാൽ നമ്മൾ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഹക്കാരിയുടെ അടുത്തേക്ക് എത്തുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓർക്കണം, ഹക്കാരിയുടെ ഹെൽപ്പ് ചോദിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് തകർക്കുന്ന വിധത്തിൽ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പോരാത്തതിന് ഇനി കള്ളിംഗ് ഗെയിം തുടങ്ങാൻ വെറും 9 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീർക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റിന് തയ്യാറാവുന്ന യൂജിയോട് ആ ബൗൺസർ ഫൈറ്റിന്റെ റൂൾസ് പറയുന്നു. ഒരിക്കലും ഫൈറ്റിൽ നിന്ന് ഓടിപ്പോകാൻ പാടില്ല. പിന്നെ കേസ് ടെക്നിക്ക് യൂസ് ചെയ്യാനും പാടില്ല. ഇതിനെല്ലാം പ്രധാനമായി കാണികളെ എന്റർടൈൻ ചെയ്യിക്കണമെന്ന് അയാൾ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈ ഫൈറ്റിൽ അവൻ നന്നായി ഷൈൻ ചെയ്താൽ അവന് ബോസിനെ കാണാൻ കഴിഞ്ഞേക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഫൈറ്റിംഗ് അരേനയിലേക്ക് എത്തിയ യൂജി അവൻ്റെ ഓപ്പോണന്റ് ആരായിരിക്കുമെന്ന് നോക്കി നിൽക്കെ പാണ്ഡ അങ്ങോട്ടേക്ക് കയറി വരുന്നു. അങ്ങനെ യൂജി പാണ്ഡയെ കണ്ട് സന്തോഷിക്കുന്നു. അങ്ങനെ അവർ രണ്ടും ഫൈറ്റിനായി റെഡിയാവുന്നു. ഇതേ സമയം ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്ന ഹക്കാരി എൻ്റെ സ്വപ്നങ്ങളെല്ലാം വെറുതെ ആവുകയാണല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ട് കിരാര എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ആരാണ് ജയിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കളി കാണുന്നത് ശരിക്കും ബോറടിയാണ്. ഈ തടിയം പാണ്ഡയെ തോൽപ്പിക്കാൻ പോകുന്ന സോഴ്സറേഴ്സ് ഒന്നും ഇവിടെയില്ല. അപ്പോൾ കിരാര അത് തെറ്റാണെന്ന് പറഞ്ഞ് പാണ്ഡയെ ഇടിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന യൂജിയെ കാണിക്കുന്നു. അങ്ങനെ ഫൈറ്റിനിടെ യൂജി പാണ്ഡ സെൻപായി ഹക്കാരിയെ കണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷെ പാണ്ഡ ഇല്ല എന്നും ആ മറ്റേ തേടിയറായി കിരാര മൂലം തനിക്ക് അവിടെ എത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ പാണ്ഡയും യൂജിയും കൂടെ പരസ്പരം ആക്ട് ചെയ്ത് പാണ്ഡയെ അവൻ തോൽപ്പിച്ചതുപോലെയാക്കുന്നു. അങ്ങനെ യൂജിയിൽ ആകൃഷ്ടനായ ഹക്കാരി അവൻ കാണികളെ നന്നായി ഇംപ്രസ് ചെയ്തത് കണ്ട് അവനെ വെച്ച് അടുത്ത ഫൈറ്റ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞ് തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. പക്ഷെ അവൻ്റെ കൂടെയുള്ളവനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മേലൊരു കണ്ണുണ്ടായിരിക്കണമെന്ന് ഹക്കാരി പറയുന്നു. ഇതേ സമയം പാണ്ഡയുടെ അടുത്തേക്ക് മെഗുമി വരുന്നു. അവൻ പാണ്ഡയ്ക്ക് എന്തുകൊണ്ടാണ് ഇതുവരെ അയാളുടെ അടുത്തേക്ക് പോകാൻ കഴിയാഞ്ഞെന്ന് ചോദിക്കുന്നു. അപ്പോൾ പാണ്ഡ എനിക്ക് അയാൾ എവിടെയാണ് ഇരിക്കുന്നതൊക്കെ അറിയാം. മോണ്ടർ റൂമിലാണ് അയാൾ എപ്പോഴും ഉള്ളത്. പക്ഷെ ഞാൻ എത്ര തവണ അങ്ങോട്ടേക്ക് ചെന്നാലും അതിൻ്റെ അടുത്തെത്താൻ എനിക്ക് സാധിക്കുന്നില്ല. ഇതിന് കാരണം ആ തേടിയറായ കിരാരിയുടെ ടെക്നിക്കായിരിക്കും. എങ്കിലും അവർ വന്നത് തനിക്കൊരു ആശ്വാസമായെന്ന് പാണ്ഡ പറയുന്നു. എന്നാൽ ഇത്താത്തൊരിക്ക് അയാളെ കാണാൻ സാധിക്കുമോ എന്ന് മെഗുമി ചോദിച്ചപ്പോൾ അത് അവൻ്റെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് പോലെ ഇരിക്കുമെന്ന് പറയുന്നു. എന്നിരുന്നാലും അവൻ്റെ ചാമിങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അയാൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പാണ്ഡ പറയുന്നു. പക്ഷെ അവൻ മോണിറ്റർ റൂമിലേക്ക് കയറി പറ്റിയാൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് പാണ്ഡ പറയുന്നു. എന്തെന്നാൽ എവിടേക്കാണ് സെക്യൂരിറ്റീസും ക്യാമറയുടെ ബ്ലൈൻഡ് സ്പോട്ടും ഒക്കെ എന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്ന് പാണ്ഡ പറയുന്നു. അങ്ങനെ മെഗുമി എന്നാൽ നമുക്ക് ഒരുമിച്ച് അവരെ നേരിടാമെന്ന് പറയുന്നു. ശേഷം കിരാര യൂജിയും കൂട്ടി മോണിറ്റർ റൂമിലേക്ക് ചെല്ലുന്നു. അവൾ കുറേ നാളായി കിൻചാനൊന്ന് ഉഷാറായി കണ്ടതെന്ന് പറയുന്നു. ശേഷം അവൾ അവനെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറ്റുന്നു. ശേഷം അവർ തമ്മിൽ സംസാരിക്കുന്നു. യൂജി ഇത്തതോരി, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിനക്കൊരു $1 മില്യൺ ഒറ്റ മാസം കൊണ്ട് സമ്പാദിക്കാം. വെറും ദിവസം 1 മണിക്കൂർ ചെലവഴിച്ചുകൊണ്ട്. അപ്പം ഞാനെന്താ ശരിക്കും ചെയ്യണ്ടേ? അത് പറയണമെങ്കിൽ നീ ആദ്യം എനിക്കൊരു 2 ലക്ഷം yen അടക്കേണ്ടി വരും. അതെങ്ങനെ ശരിയാവും? ഇത് വെറും ഒരു സാധാരണ തട്ടിപ്പ് രീതിയാണ്. അങ്ങനെ ആയിരുന്നിട്ട് കൂടി ഇതിൽ വീഴുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അതെന്ത് കാരണമാണെന്നറിയോ? അതാണ് പ്രതീക്ഷ. എന്ത് പ്രതീക്ഷയോ? അതെ, പറ്റിക്കുന്നവരും പറ്റിക്കപ്പെടുന്നവരും തമ്മിൽ ഒരുപോലെ നിലനിൽക്കുന്ന ഒന്നാണിത്. അവരുടെ ജീവിതം തന്നെ ഇതുകൊണ്ട് മാറുമെന്നുള്ള പ്രതീക്ഷ. ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷ വെക്കുന്നവർ അവർ എന്താണ് ചെയ്യുന്നതെന്ന് തന്നെ മറന്നുപോകും. അപ്പോൾ ഈ ഇമോഷൻ കറക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എവിടെയായിരിക്കാം? അത് ഗാംബ്ലിംഗ് ആയിരിക്കും. എനിക്കറിയാമായിരുന്നു നീ അത് പറയുമെന്ന്. കാരണം നമ്മുടെ ജീവിതം തന്നെ ഒരു ഗാംബ്ലിംഗ് അല്ലേ? പക്ഷെ ആളുകളെല്ലാം അതിനെ വെറുക്കുന്നു. എന്നാൽ ശരിക്കും അവർ ഗാംബ്ലിങ്ങിനെയല്ല, അവരുടെ കാശ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെയാണ് വെറുക്കുന്നത്. പക്ഷെ പീസ്ഫുള്ളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമില്ല ഇവിടെ. അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ ഈ ഗാംബ്ലിംഗ് ആണ് എൻ്റെ ലൈഫ്. ഒരു ദിവസം ഞാൻ എൻ്റെ ഫൈറ്റ് ക്ലബ്ബ് വെച്ച് ഈ ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യും. ഇതാണ് എനിക്കതിനെ പറ്റിയ കറക്റ്റ് സമയം. അതിനായി എനിക്കൊരു സ്ട്രോങ് ആയ ആളെ തന്നെ വേണം. അതുകൊണ്ട് ഇത്തതൊരി എൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം നീ നിൽക്കുമോ? അല്ല, അത് പിന്നെ ഇത്തതൊരി നിനക്കെന്തെങ്കിലും കുടിക്കാൻ വേണോ? കള്ളൊഴിച്ച് വേറെ എന്ത് വേണേലും എടുത്തു. അതെന്താ? അല്ല, എനിക്കിനിയും പ്രായമായിട്ടില്ല. നിന്നെ കണ്ടാൽ അങ്ങനെ പറയില്ല. ആ സത്തോറോ ഗോജയും നിന്നെ പോലെ തന്നെയാ. സത്തോറോ ഗോജയോ? അതാരാ? എടാ, ഈ ലോകത്ത് സത്തോറോ ഗോജ അറിയാത്തൊരു സോഴ്സറർ പോലുമില്ല. നീ എന്താ ആളെ കളിയാക്കുവാണോ? ഇനി പറ, ജുജുത്സു ഹൈയിൽ നിന്ന് പറഞ്ഞു വിട്ടതാണോ നിന്നെ?
ഹക്കാരി സാർ നിൽക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കിരാരിയുടെ കോള് വന്നപ്പോഴേ എനിക്ക് പ്രശ്നം തോന്നിയതാടാ. ഹക്കാരി ഞാൻ പറയുന്നൊന്ന് കേക്ക്, എനിക്ക് മനസ്സിലടാ. ഇപ്പോൾ എൻ്റെ പ്രതീക്ഷയെല്ലാം നശിച്ചു. അങ്ങനെ പറഞ്ഞ് എപ്പിസോഡ് 5 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.